നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി വിധി വന്നതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമ പോരാട്ടം ശക്തമാക്കി അതിജീവിത. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ ചെയ്യാനും അധിക്ഷേപിക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വീഡിയോയും അത് പങ്കുവച്ചവർക്കെതിരെയുമാണ് പ്രധാനമായും പരാതി. DIG ഹരിശങ്കരനാണ് അതിജീവിത പരാതി കൈമാറിയത്. തന്നെയോ തന്റെ കുടുംബത്തെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള 24 വീഡിയോ ലിങ്കുകൾ പരാതിക്കൊപ്പം തെളിവായി സമർപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോകൾ നിർമ്മിച്ചവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന നടപടി വേണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും അവർ പരാതിയിൽ ആവശ്യപ്പെടുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. മാർട്ടിൻ ജാമ്യത്തിലായിരുന്ന സമയത്ത് ചിത്രീകരിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ വീഡിയോ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത്. ഒരു കുറ്റവാളി തന്നെ ഇരയെ വീണ്ടും പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പരാതിയിൽ പറയുന്നു. മാർട്ടിന്റെ അധിക്ഷേപ വീഡിയോ കേവലം കാണുക മാത്രമല്ല, അത് വലിയ തോതിൽ ഷെയർ ചെയ്യുകയും അതിനു താഴെ മോശം കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. ഈ വീഡിയോ ലിങ്കുകൾ പരിശോധിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിജീവിത താൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു. നീതി തേടിയുള്ള യാത്രയിൽ തന്നെ തളർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിൽ സർക്കാർ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആശങ്കകൾ ഗൗരവത്തോടെ കേട്ട മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും കേസിനെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ് അതിജീവിത പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അധിക്ഷേപം എന്നതിലുപരി തെറ്റായ നറേറ്റീവ് സൃഷ്ടിച്ച് തന്നെ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരിയാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അധിക്ഷേപ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകൾ, IP അഡ്രസ്സുകൾ എന്നിവ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. വിദേശത്തു നിന്നടക്കം ഇത്തരം അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പല പ്രമുഖ അക്കൗണ്ടുകളും ഇതിനോടകം തന്നെ നിരീക്ഷണ വലയത്തിലാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT ആക്ട് ലംഘനം തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചേർത്തായിരിക്കും പ്രതികൾക്കെതിരെ കേസെടുക്കുക. കുറ്റവാളികളെ സഹായിക്കുന്ന തരത്തിൽ ഇരയെ അധിക്ഷേപിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിട്ടാണ് പോലീസ് കാണുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും സൈബർ ഇടത്തിൽ അധിക്ഷേപത്തിന് നേതൃത്വം നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി വിധി വന്നതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം അതിന്റെ പരിധി ലംഘിച്ചത്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. ഈ വിധിക്ക് പിന്നാലെ ഇരയെ ലക്ഷ്യമിട്ട വലിയൊരു വിഭാഗം സൈബർ ഇടത്തിൽ സജീവമാവുകയായിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ് ദിലീപിനെ കോടതി വിട്ടയച്ചത്. എന്നാൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് അതിജീവിതയും പ്രോസിക്യൂഷനും. ഈ ഘട്ടത്തിൽ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അപ്പീൽ നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും അതിജീവിതയ്ക്കുണ്ട്. നിയമ പോരാട്ടത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ സംശയിക്കുന്നു. എത്രയൊക്കെ അധിക്ഷേപങ്ങൾ ഉണ്ടായാലും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് അതിജീവിത. കഴിഞ്ഞ 7 വർഷമായി താൻ അനുഭവിച്ച മാനസിക വിഷമത്തെക്കാൾ വലുതല്ല ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണമെന്ന് അവർ കരുതുന്നു. എങ്കിലും നിയമവിരുദ്ധമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടണമെന്നത് ഒരു പൗരൻ എന്ന നിലയിലുള്ള തന്റെ അവകാശമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിജീവിതയ്ക്ക് പിന്തുണയുമായി സിനിമാ ലോകത്തെ പല പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. WCC അടക്കമുള്ള സംഘടനകൾ ഈ സൈബർ ആക്രമണത്തെ അപലപിച്ചു. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിക്കൊപ്പം നിൽക്കുകയും അതിജീവിതയെ വീണ്ടും ക്രൂശിക്കുകയും ചെയ്യുന്ന പ്രവണത കേരളം പോലുള്ള ഒരു സമൂഹത്തിന് അപമാനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അജ്ഞാത അക്കൗണ്ടുകൾ പലപ്പോഴും സൈബർ നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഇത്തവണ കർശനമായ തെളിവുകൾ കൈമാറിയതിനാൽ പ്രതികളെ പിടികൂടാൻ എളുപ്പമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇത്തരം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനായി ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികൾക്ക് പോലീസ് കത്ത് നൽകും. വിചാരണ കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വന്നതോടെ പലരും അത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടല്ല, മറിച്ച് പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ വസ്തുത മറച്ചുവെച്ചാണ് സൈബർ ആക്രമണം നടക്കുന്നത്.
അതിജീവിതം നേരിടുന്ന ഈ പുതിയ വെല്ലുവിളി കേരളത്തിലെ പൊതുസമൂഹം വലിയ പ്രതിഷേധത്തിലാണ്. ഇരയെ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന രീതി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന അഭിപ്രായം ശക്തമാണ്. സൈബർ കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുന്നതിലൂടെ മാത്രമേ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തടയാൻ കഴിയൂവെന്ന് സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള നിയമപരമായ നടപടികൾ അതിജീവിതയുടെ അഭിഭാഷകർ പൂർത്തിയാക്കി വരികയാണ്. വിചാരണ കോടതി വിധിയിലെ പിഴവുകളും തെളിവുകളും പരിശോധിച്ചതിലെ അപാകതകളും അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. ഈ നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ സൈബർ അധിക്ഷേപത്തിനെതിരെയുള്ള പോരാട്ടവും സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിജീവിതം നൽകിയ 24 വീഡിയോ ലിങ്കുകളിൽ പലതും ഇതിനോടകം തന്നെ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഇതിൽ പലതിലും ക്രിമിനൽ കുറ്റം നിലനിൽക്കുമെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഈ കേസിന്റെ റിപ്പോർട്ടിംഗിൽ മാധ്യമങ്ങൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രതികളുടെ അധിക്ഷേപ വീഡിയോകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതി ശരിയല്ലെന്നും ഇവരുടെ സ്വകാര്യതയും അഭിമാനവും സംരക്ഷിക്കാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നേരെയുള്ള ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവർ താമസിക്കുന്ന ഇടങ്ങളിലും യാത്രകളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. നിയമ പോരാട്ടത്തിൽ അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് സർക്കാർ ആവർത്തിച്ചു. വരും ദിവസങ്ങളിൽ ഈ പരാതിയിൽ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സൈബർ ലോകത്തെ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ ഈ കേസ് ഒരു മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നീതിക്കായി ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടത്തിൽ നിയമം അവളുടെ കാവലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.